ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞാലുടൻ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രമുഖ ചാരവനിതയാണ് ജ്യോതി മൽഹോത്ര. ഒരു വ്ളോഗർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരേപോലെ യാത്ര ചെയ്ത്, ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമല്ല, നേപ്പാളിൽ അവർ പോയിട്ടുണ്ട്. അവർ പോയ രാജ്യങ്ങളും അനവധിയാണ്. ഇവിടെയെല്ലാം അവർ പാകിസ്ഥാന് വേണ്ടിയിട്ട് വിവരങ്ങൾ സമാഹരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഒരു മൈക്കും പിടിച്ച് നടക്കുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലായിടത്തും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ എല്ലാവരും അതിശയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ സർക്കാരിൻ്റെ അതിഥിയായി അവർ ടൂറിസം പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള ടൂറിസം വകുപ്പിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവർ കേരളത്തിൽ ഏകദേശം 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ഏകദേശം 1 വർഷം 6 മാസം അവർ പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട്. അവർ പല ടൂറിസം പ്രദേശങ്ങളും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അവർ സന്ദർശിച്ച ടൂറിസം പ്രദേശങ്ങളെല്ലാം തന്ത്രപരമായിട്ട് രാജ്യസുരക്ഷാപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ചും കണ്ണൂരും കൊച്ചിയും എന്ന് പറയുമ്പോഴത്തേക്ക്, കണ്ണൂരാണ് ഏഴിമല നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ നേവൽ ട്രെയിനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് നടക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. കൊച്ചി ഇന്ത്യയിലെ നേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ സെന്ററും കമാൻഡ് കൺട്രോൾ സെന്ററുമാണ് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത്, അറബിക്കടലിന്റെ നേവൽ നിയന്ത്രണം ഇന്ത്യക്ക് ഉള്ളത് കൊച്ചി നേവൽ കമാൻഡ് വഴിയാണ്. ആ കൊച്ചി നേവൽ കമാൻഡിൽ അവരെത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചി നേവൽ കമാൻഡ്, കണ്ണൂർ ഏഴിമല അക്കാദമി തുടങ്ങിയ സ്ഥലങ്ങളാണ് കേരളത്തിലെ ഡിഫൻസിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ. തിരുവനന്തപുരത്ത് സദേൺ കമാൻഡ് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് വളരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിച്ചു, വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് യാത്ര ചെയ്യാൻ സാധിച്ചു. അതായത് നമ്മൾ സാധാരണ ഒരാൾ യാത്ര ചെയ്യും പോലെ അല്ല, സാധാരണ ഒരു യൂട്യൂബർ യാത്ര ചെയ്യും പോലെ അല്ല. അവർ സർക്കാർ അതിഥി എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റിയുടെ എല്ലാ കവാടങ്ങളും അവർക്ക് വേണ്ടിയിട്ട് തുറക്കും. ഫോട്ടോഗ്രാഫി എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾക്കെല്ലാം അവർക്ക് ഫോട്ടോഗ്രാഫി എടുക്കാൻ സാധിക്കും. അങ്ങനെ വളരെ പ്രിവിലേജോടുകൂടി കേരള സർക്കാരിന്റെ സംരക്ഷണത്തോടുകൂടി അവർക്ക് കേരളത്തിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്താൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുകയും അവരെ NIA-യുടെ അന്വേഷണ പരിധിയിൽ അവരെ കൊണ്ടുവരേണ്ടതുമാണ്. കേരളത്തിൽ ഈ വിവരങ്ങൾ ഇത്രയും നമ്മൾ പരസ്യമായിട്ട് ഇവർ കേരളത്തിൽ വന്നിരുന്നുവെന്നും ഇവരെ ചാരവനിതയായിട്ട് അറസ്റ്റ് ചെയ്തുവെന്ന് അറിഞ്ഞിട്ടും കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുവരെ ഇത്തരം ഒരു വിവരത്തെ പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുകയോ ഉത്തരവാദിത്തപ്പെട്ടവരെ ഇതുമായിട്ട് അന്വേഷണത്തിൽ സഹായിക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. അത് എത്രമാത്രം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും പുതിയ DGP അധികാരത്തിലേറ്റ സ്ഥിതിക്ക് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയുടെ വളരെ ഏറ്റവും മുകളിലുള്ള ഒരു IB-യുടെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, IB-യുടെ ജോയിന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്താണ് ഇരുന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ വിവരം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് വേണ്ട മേൽ നടപടികളെല്ലാം സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് ഭംഗിയായിട്ട് അന്വേഷിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ കേരള സർക്കാരിന്റെ പണം ഉപയോഗിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും തല താഴ്ത്തേണ്ട നാണം കെട്ട ഒരു പ്രവൃത്തിയായിപ്പോയി. നന്ദി, നമസ്കാരം.